അമേരിക്കയ്ക്ക് വിയറ്റ്നാമിൽ സംഭവിച്ചതിന് സമാനമായ ഒരു ദുർഗതി അഫ്ഗാനിസ്ഥാനിൽ പോലും കുറേയൊക്കെ സംഭവിച്ചു. നൂറുകണക്കിന് അമേരിക്കൻ പട്ടാളക്കാരാണ് അഫ്ഗാനിസ്ഥാൻ്റെ മലനിരകളുടെ മടക്കുകളിൽ താലിബാൻ്റെ ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങളുടെ വെടിയേറ്റ് വീണത്. ഇറാഖിലും അതൊക്കെ സംഭവിച്ചു. അങ്ങനെ ബോഡി ബാഗുകൾ കൂടുതൽ സ്വന്തം ദേശത്തേക്ക് എത്തുമ്പോൾ അമേരിക്ക മാറി ചിന്തിച്ച ഒരു പതിവാണ് ഇതുവരെയുള്ളത്. ഇറാന് എത്രയോ പ്രഹരമേറ്റു, പക്ഷേ അതെല്ലാം ആകാശമാർഗമുള്ള പ്രഹരമാണ്. ഒരു അമേരിക്കൻ ഭടനും നാളിതുവരെ ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. ഒരു ഇസ്രയേലി സൈനികനും ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. ഇസ്രയേലി ചാരന്മാർ നൂറുകണക്കിനുണ്ട് എന്നതും വിസ്മരിക്കുന്നില്ല. പക്ഷെ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വിവരം ചോർത്താമെന്നല്ലാതെ ചാരന്മാരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ യുദ്ധം ചെയ്യാനാവില്ലല്ലോ. ആ മണ്ണിൽ ഏറിയൽ ബോംബിങ്ങിലൂടെ തന്നെ ഇറാനെ പരമാവധി തകർത്ത് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവനങ്ങ് ഭരണം ഏറ്റെടുത്തുകൊള്ളും എന്ന് പറഞ്ഞ ട്രംപിൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ USS ട്രിപ്പോളിയെ വെസ്റ്റ് ഏഷ്യൻ റീജിയനിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഏതെല്ലാം നിലപാടുകൾ എടുത്തോ, ഏതെല്ലാം രീതിയിൽ നമ്മൾ പക്ഷം പിടിച്ചോ, ഈ പക്ഷമൊന്നുമല്ല ആത്യന്തികമായി വിജയിക്കാൻ പോകുന്നത് ഈ നിഷ്പക്ഷത തന്നെയാണ്. ആരും വിജയിക്കുന്നില്ല എന്നതാണ് എല്ലാ യുദ്ധത്തിൻ്റെയും രീതിശാസ്ത്രം. താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അതിനുവേണ്ടി യുദ്ധം, വിജയിക്കാൻ വേണ്ടിയല്ല. ഇറാൻ്റെ മർമ്മം അറിഞ്ഞുള്ള പ്രയോഗമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ മർമ്മം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക സ്ഥിരാകേന്ദ്രം. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്ക ഇറാനിൽ കരയുദ്ധത്തിന് ഇറങ്ങാൻ പോകുകയാണോ? അങ്ങനെ ചോദിക്കാൻ കാരണം, ഇറാൻ യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കവേ പശ്ചിമേഷ്യയിലേക്ക് 2500 മറീനുകളെയും ഒരു ആംഫിബിയസ് അസോൾട്ട് കപ്പലും US അയക്കുന്നു. ജപ്പാനിലുണ്ടായിരുന്ന 31-ാം മറീൻ എക്സ്പെഡിഷണറി യൂണിറ്റ് അംഗങ്ങളും USS ട്രിപ്പോളി എന്ന ആംഫിബിയസ് അസോൾട്ട് കപ്പലും പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. ഈ യുദ്ധത്തിനായി പട്ടാളക്കാരെ കരയിലിറക്കാനും നാവിക വ്യോമസേനകളെ സഹായിക്കാനും ഒരുപോലെ കഴിയുന്നവയാണല്ലോ ഈ ആംഫിബിയസ് അസോൾട്ട് കപ്പലുകൾ. അതിനാൽ തന്നെ മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിനൊപ്പം ട്രിപ്പോളിയും അയക്കുന്നത് ഇറാനിൽ കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് എന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. കരയുദ്ധം എന്ന സാഹസത്തിന് അമേരിക്ക മുതിരുമോ? ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ഇനി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കരയുദ്ധം. ലോകത്തെ ഒരു ശക്തിയും ആഗ്രഹിക്കാത്ത ഒന്നാണ് കരയുദ്ധം. ഏറ്റവും വേദനയുണ്ടാക്കുന്ന, ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന, ജീവഹാനി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ശത്രു രാജ്യത്തേക്ക്, അതും അകലെയുള്ള ഒരു ശത്രു രാജ്യത്തേക്ക് സ്വന്തം സൈന്യം ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ പോലും ചെന്നിറങ്ങുന്നത്. കുഴിബോംബുകളെ നേരിടേണ്ടതുണ്ട്, വെടി നേരിടേണ്ടതുണ്ട്, കിടങ്ങുകൾ കടന്നു പോകേണ്ടതുണ്ട്, മാൻ ടു മാൻ ഫൈറ്റിംഗ്, ഡോർ ടു ഡോർ ഫൈറ്റിംഗ് എല്ലാം അതിജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വിയറ്റ്നാമിൽ സംഭവിച്ചതിന് സമാനമായ ഒരു ദുർഗതി അഫ്ഗാനിസ്ഥാനിൽ പോലും കുറേയൊക്കെ സംഭവിച്ചു. നൂറുകണക്കിന് അമേരിക്കൻ പട്ടാളക്കാരാണ് അഫ്ഗാനിസ്ഥാൻ്റെ മലനിരകളുടെ മടക്കുകളിൽ താലിബാൻ്റെ ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങളുടെ വെടിയേറ്റ് വീണത്. ഇറാഖിലും അതൊക്കെ സംഭവിച്ചു. അങ്ങനെ ബോഡി ബാഗുകൾ കൂടുതൽ സ്വന്തം ദേശത്തേക്ക് എത്തുമ്പോൾ അമേരിക്ക മാറി ചിന്തിച്ച ഒരു പതിവാണ് ഇതുവരെയുള്ളത്. ആത്യന്തികമായി കരസൈന്യത്തെ ഇറക്കി യുദ്ധം വിജയിച്ചതായി പ്രഖ്യാപിച്ച് വന്ന ഒരു രാജ്യത്തും ആത്യന്തികമായി അമേരിക്ക ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു മാറ്റം, ഒരു ഭരണകൂടം ആത്യന്തികമായി തൽക്കാലത്തേക്ക് ഉണ്ടാകും, ഒരു പാവ ഭരണകൂടം ഉണ്ടാകും, ആത്യന്തികമായി വന്നിട്ടില്ല. ഏറെ സംസാരിച്ചതാണ് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ വിയറ്റ്നാം, എല്ലാം തന്നെ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തകൃതിയായ ഒരുക്കങ്ങൾ നടക്കുന്നു. ജപ്പാൻ തീരത്ത് ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ കപ്പൽ, യുദ്ധക്കപ്പലാണ്, വലിയ കപ്പലാണ്, 2500 പേരെ വഹിക്കാവുന്ന കപ്പലാണ്. അത് USS ട്രിപ്പോളി. ഈ കപ്പൽ ആംഫിബിയസ് ഓപ്പറേഷൻസിന് പേരുകേട്ടതാണ്. എന്താണ് ആംഫിബിയൻ ഓപ്പറേഷൻ? അതായത് കരയിലും കടലിലും ആംഫിബിയൻ എന്ന വിഭാഗം ജീവികൾ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് ജലമാർഗം വന്ന് കരയിലേക്ക് സൈന്യങ്ങളെ കടത്തിവിടാൻ പറ്റുന്ന വാഹനങ്ങളും വാഹന വ്യൂഹവും ഒക്കെയാണ് ആംഫിബിയസ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനമാണ് ഈ USS ട്രിപ്പോളി. അപ്പം അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ 2500ഓളം പേര്. അപ്പം ജപ്പാൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, സൗത്ത് കൊറിയയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആ ഭാഗത്ത് വിന്യസിച്ചിരുന്ന മെറീനുകൾ എന്നാണ് അവരെ പറയുക, മെറീനുകളെ ഇപ്പോഴിതാ ദിവസങ്ങൾക്കുള്ളിൽ
അങ്ങോട്ട് യുദ്ധ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നു. അറബിക്കടലിലേക്ക് എത്തിച്ച് ഇന്ത്യൻ ഓഷ്യൻ വഴി അറബിക്കടലിലേക്ക് മലാക്ക സ്ട്രൈറ്റ് ഒക്കെ കടന്ന് വന്ന് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഇന്ത്യക്ക് തെക്ക് കൂടി സഞ്ചരിച്ച് അറബിക്കടലിലെത്തി. അങ്ങനെ ഹോർമൂസിൻ്റെ ഇപ്പുറം വരെ, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന് തൊട്ട് കിഴക്കുള്ള ഒമാൻ ഉൾക്കടൽ, ആ ഭാഗത്താണ് USS എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൻ്റെ നാവിക വ്യൂഹത്തിന് സമീപം പാർക്ക് ചെയ്തുകൊണ്ട് നങ്കൂരമിട്ടുകൊണ്ട് ഇറാന് നേരെ ആക്രമണം തുടങ്ങുകയും സാധിക്കുമെങ്കിൽ നേരെ ഇറാൻ്റെ കരഭൂമിയിലേക്ക് കുറച്ചുകൂടി ഇറാൻ മെരുങ്ങും എന്ന് പ്രതീക്ഷയിൽ ഇറാൻ്റെ കരഭാഗത്തേക്ക് വന്ന് കരയിലേക്ക് നാവികരെ കടത്തിവിടുകയും അല്ലെങ്കിൽ മെറീനുകളെ കടത്തിവിടുകയും ചെയ്യുക എന്ന ഒരു പദ്ധതി ഉരുത്തിരിഞ്ഞു വരുന്നു. അത് സാധ്യമോ? അതിൻ്റെ ഫീസിബിലിറ്റി എന്താവും? അതിൻ്റെ പരിണതഫലം? ഫീസിബിലിറ്റി തീരെ കുറവാണ് എന്നാണ് ആദ്യ നിഗമനം. കാരണം ഇറാന് എത്രയോ പ്രഹരമേറ്റു, പക്ഷേ അതെല്ലാം ആകാശമാർഗമുള്ള പ്രഹരമാണ്. ഒരു അമേരിക്കൻ ഭടനും നാളിതുവരെ ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. ഒരു ഇസ്രയേലി സൈനികനും ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. ഇസ്രയേലി ചാരന്മാർ നൂറുകണക്കിനുണ്ട് എന്നതും വിസ്മരിക്കുന്നില്ല. പക്ഷെ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വിവരം ചോർത്താമെന്നല്ലാതെ ചാരന്മാരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ യുദ്ധം ചെയ്യാനാവില്ലല്ലോ ആ മണ്ണിൽ. അതുകൊണ്ട് ഇസ്രയേലി സേനകൾ, അമേരിക്കൻ സേനകൾ, കഴിയുമെങ്കിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൻ്റെ സേനകൾക്ക് ഇറാൻ്റെ മണ്ണിൽ കാല് കുത്തേണ്ട അവസ്ഥ വന്നു എന്ന് സമ്മതിക്കുന്നത് തന്നെ അമേരിക്കയുടെ ദൗർബല്യമാണ്. എന്തുകൊണ്ടാണ്? യുദ്ധം 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ പൂർണ്ണമായി ജയിച്ച് അത് അവസാനിപ്പിക്കും, അതായത് ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ ഏറിയൽ ബോംബിങ്ങിലൂടെ തന്നെ ഇറാനെ പരമാവധി തകർത്ത് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവരങ്ങ് ഭരണം ഏറ്റെടുത്തുകൊള്ളും എന്ന് പറഞ്ഞ ട്രംപിൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ USS ട്രിപ്പോളിയെ വെസ്റ്റ് ഏഷ്യൻ റീജിയനിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കരയുദ്ധത്തിനുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചു. ഒരുപക്ഷെ അത് ആ കപ്പൽ അവിടെ അടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം കരയിലേക്ക് സൈന്യം കയറണമെന്നില്ല. അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ചില ധാരണകൾ എത്തിയേക്കാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഏകപക്ഷീയമായി തങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, ഒരു കരയുദ്ധത്തിൻ്റെ ആവശ്യമില്ല, അവിടെ കാര്യങ്ങൾ ഭദ്രമാണ്, ഇറാൻ ഇനി ശല്യമൊന്നും ഉണ്ടാക്കില്ല എന്ന ഒരു ഏകപക്ഷീയമായ തീരുമാനം എടുത്ത് അമേരിക്കയ്ക്ക് പിന്നാക്കം പോകാം. ഇറാനും ആശ്വസിക്കാം. ഇറാനും ഓക്കെ, ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ, അമേരിക്കയ്ക്കും പ്രഹരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരും, ഇതൊക്കെ തന്നെയാണ് എല്ലാ യുദ്ധത്തിലും സംഭവിക്കുന്നത്. അവസാനം ഇരു കൂട്ടരും വിജയം പറഞ്ഞുകൊണ്ട് ഈ പക്ഷം പിടിച്ച് സംസാരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളും പ്രേക്ഷകരും അല്ലാത്തവരും ഒക്കെ തന്നെ അവസാനം നമ്മളൊക്കെ തന്നെ ഏതെല്ലാം നിലപാടുകൾ എടുത്തോ, ഏതെല്ലാം രീതിയിൽ നമ്മൾ പക്ഷം പിടിച്ചോ, ഈ പക്ഷമൊന്നുമല്ല ആത്യന്തികമായി വിജയിക്കാൻ പോകുന്നത് ഈ നിഷ്പക്ഷത തന്നെയാണ്. ആരും വിജയിക്കുന്നില്ല എന്നതാണ് എല്ലാ യുദ്ധത്തിൻ്റെയും രീതിശാസ്ത്രം. താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അതിനുവേണ്ടി യുദ്ധം, വിജയിക്കാൻ വേണ്ടിയല്ല. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് യുദ്ധം, ഇറാൻ്റെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് യുദ്ധം. ഇത് രണ്ടും നിലനിർത്തപ്പെടുന്നു എങ്കിൽ ഇറാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു, ഇറാൻ്റെ ഭരണകൂടം വീണ്ടും തുടരുന്നു. എന്താ കുഴപ്പം? അവർക്ക് കുറേ ജീവനാശമുണ്ടായി, കുറേ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. അതുമാത്രം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറേ നാശനഷ്ടമുണ്ടായി, കുറേയൊക്കെ മുഖം നഷ്ടപ്പെട്ടു, ലോക സമൂഹത്തിൽ വില നഷ്ടപ്പെട്ടു, ഈ ആക്രമണകാരിയായി വീണ്ടും വീണ്ടും മുദ്ര കുത്തപ്പെടുന്നു, മറ്റു രാജ്യങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതൊക്കെ നഷ്ടങ്ങളാണ്. ലാഭങ്ങൾ എന്താണ്? തൽക്കാലത്തേക്ക് ഇസ്രയേലിനെ കുറച്ചൊക്കെ സംരക്ഷിച്ചു നിർത്താനായി ഇറാൻ നേരിട്ടൊരു ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം ഉടനടി നടത്തില്ല. ആണവ വിദ്യയുടെ വക്കിൽ എത്തി നിന്നത് കുറച്ച് ഒരു 10 വർഷത്തേക്കെങ്കിലും ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോവില്ല എന്ന് ഉറപ്പ് നൽകി. ഇനി ബാക്കി കാര്യം വഴി വലിച്ച് കാണാം. ഇതായിരിക്കും അമേരിക്കയുടെ ഒരു നിലപാട്. ചുരുക്കത്തിൽ കരയുദ്ധം വലിയ കേളികെട്ടുയരുന്നു എങ്കിലും കരയുദ്ധം സംഭവിക്കുന്നത് വരെ എനിക്ക് ചിന്തയിൽ ഉറച്ചു നിൽക്കേണ്ടി വരും. കരയുദ്ധം സംഭവിച്ചാൽ മാത്രമേ അത് വിശ്വസിക്കാൻ താല്പര്യപ്പെടൂ. ശരിക്കും ഈ കരയുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഇറാനിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് പലരും വിലയിരുത്തുമ്പോൾ തന്നെ നിലവിൽ US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ US നാവികസേനയുടെ 12 കപ്പലുകൾ അറബിക്കടലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിലേക്ക് USS ട്രിപ്പോളി കൂടി വരുന്നതോടെ എബ്രഹാം ലിങ്കന് ശേഷം ഇറാന് സമീപം നങ്കൂരമിടുന്ന 2ാമത്തെ വലിയ യുദ്ധക്കപ്പലായിരിക്കും അത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സമീപകാലത്തോ അല്ലെങ്കിൽ US-ന്റെ ചരിത്രത്തിൽ തന്നെ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാകും ഇറാനിലേത് എന്ന് കരുതേണ്ടി വരും. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ നാവിക ഓപ്പറേഷനായി ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ താളുകളിൽ ലിഖിതമാകാൻ പോകുന്നത്
ഈ യുദ്ധം ആയിരിക്കാം. ആ രീതിയിലുള്ള ബിൽഡപ്പാണ് ഇപ്പോൾ വരുന്നത്. നോക്കൂ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എബ്രഹാം ലിങ്കൺ എന്ന വലിയ വിമാനവാഹിനി കപ്പൽ ആ കടലിലുണ്ട്. അതായത് ഗൾഫ് ഓഫ് ഒമാൻ, അറബിക്കടലിൻ്റെ വടക്കൻ ഭാഗമാണ് ഗൾഫ് ഓഫ് ഒമാൻ, അവിടെയുണ്ട്. അതിന് ചുറ്റും ഡിസ്ട്രോയേഴ്സ്, 7 ഡിസ്ട്രോയർ ഷിപ്പുകളുണ്ട്. ഒരു ഫ്ലീറ്റായിട്ടാണ്, ഒരു നാവിക വ്യൂഹമായിട്ടാണത് നീങ്ങുന്നത്. അത് ഇറാനിൽ നിന്നും ഒരു നിശ്ചിത അകലം, ആരോഗ്യപരമായ അകലം പാലിക്കുന്നു. ഇറാൻ്റെ നേരിട്ടുള്ള ഹിറ്റിംഗ് റേഞ്ചിൽ നിന്നും സ്വല്പം അകലം പാലിച്ചുകൊണ്ട് വിമാനവാഹിനി കപ്പലിൽ നിന്നും വിമാനങ്ങൾ യഥേഷ്ടം പറന്നു വരിക, തിരിച്ചെത്തുക, വീണ്ടും പറന്നു വരിക. അതാണല്ലോ ഏറിയൽ സോർട്ടീസ്, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോരാ, കുറച്ചുകൂടി യുദ്ധം ഘടിപ്പിക്കണം എങ്കിൽ ഇതോടൊപ്പം ചേരുകയും ഇതിന് സഞ്ചരിക്കാനാവാത്ത, ഇപ്പോൾ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോഴും കഴിയില്ല യുദ്ധക്കപ്പലുകൾക്ക്. കാരണം അവിടെ ഒരുപക്ഷെ കഠിനമായ ക്രോസ് ഫയർ ഉണ്ടാകാം ഇറാൻ്റെ ഭാഗത്തു നിന്ന്. സാഗ്രോസ് മലനിരകളിൽ നിന്നും ഇറാൻ്റെ അനുകൂലമാകുന്ന ചില സ്ലോപ്പുകളിൽ നിന്നും നിരന്തരം ഷെൽവർഷവും മിസൈൽ വിന്യാസവും ഉണ്ടാകാം. നൂറുകണക്കിന് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഒരുമിച്ച് വന്നാൽ പടക്കപ്പലുകൾക്ക് ഒരുപക്ഷെ നാശനഷ്ടങ്ങളുണ്ടാകും. പൂർണ്ണമായി മുക്കാൻ കഴിയില്ല എങ്കിലും അത് സാഹസമാണ്. പക്ഷേ ഇറാൻ്റെ ഹോർമൂസ് കടക്കാതെ തന്നെ ഇറാൻ്റെ തെക്കൻ തീരമുണ്ട്, പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ചബഹാർ ഉൾപ്പെടെയുള്ള ഇറാൻ്റെ തുറമുഖങ്ങളും തീരങ്ങളുമുണ്ട്. ആ ഭാഗത്തേക്ക് കപ്പലുകൾക്ക് കുറച്ചുകൂടി അടുത്ത് വരാൻ കഴിയും. ഹോർമൂസ് കടലെടുക്ക് കുറച്ചുകൂടി പടിഞ്ഞാറാണ്. പടിഞ്ഞാറ് നിന്നും പടിഞ്ഞാറുകൂടി കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള കപ്പലുകൾക്ക് ഇറാൻ്റെ മറ്റൊരു ഭാഗം സ്വല്പം കൂടി വൾനറബിളാണ്. ആ ഭാഗത്ത് കൂടുതൽ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പൊതുവെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് USS ട്രിപ്പോളി എന്ന പടക്കപ്പൽ 2500ഓളം മറീൻസ്, അമേരിക്കൻ ഭടന്മാരാണ്, കരയിലും കടലിലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന, കമാൻഡോ ഓപ്പറേഷൻസ് ഉൾപ്പെടെ കഴിയുന്ന, നേർക്കുനേർ മാൻ ടു മാൻ യുദ്ധമുറ പരിശീലിച്ച, ബാറ്റിൽ ഫീൽഡിൽ പെരുമാറാൻ കഴിയുന്ന ഭടന്മാരെ ഇറക്കാനുള്ള തീരുമാനം. കാരണം പൈലറ്റ്സിന് മാൻ ടു മാൻ ഫൈറ്റ് ശീലമില്ല. അവർക്ക് ബോംബിട്ടിട്ട് കൃത്യമായി വിമാനങ്ങളിൽ നിന്നും ബോംബ് വർഷിച്ച് പോകാനേ ആവൂ. അതെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എല്ലാം തന്നെ ഈ സംവിധാനങ്ങൾ ഒരുക്കുന്ന കൃത്യതയിൽ അതൊക്കെ നടക്കും. പക്ഷേ കരയിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് മറ്റൊരു സ്കില്ലാണ്. അങ്ങനെയുള്ള ഒരു ബിൽഡപ്പ് വരുന്നു എങ്കിൽ ഒന്നാം ഗൾഫ് യുദ്ധം 1992 ഒന്നാം ഗൾഫ് യുദ്ധത്തിലോ 2002-3 കാലഘട്ടത്തിലെ രണ്ടാം ഗൾഫ് യുദ്ധത്തിലോ കാണാത്ത അത്ര വിന്യാസം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വേണം. കാരണം അന്നത്തെ സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനേക്കാൾ ശക്തിയും സാങ്കേതിക മികവും പ്രഹരശേഷിയും ഇന്നത്തെ ഇറാനുണ്ട്. അന്ന് അമേരിക്കയോടൊപ്പം വലിയ ഒരു സേനാ വ്യൂഹമുണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ, നെയ്റ്റോയുടെ ഒക്കെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് ഒറ്റയ്ക്കാണ് യുദ്ധം ഫൈറ്റുന്നത്. എന്നാൽ അമേരിക്കൻ സേനയോടൊപ്പം ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ ഒക്കെ വിന്യാസം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. അതിനുള്ള സൂചനകൾ ചില രാജ്യങ്ങൾ നൽകിയിട്ടുമുണ്ട്. മനസ്സോടുകൂടി. പക്ഷേ നെയ്റ്റോ എന്ന രൂപത്തിൽ ഇപ്പോഴുമില്ല. അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത്. അതും വളരെ അകലെ കിടക്കുന്ന, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്രയോ അകലെ കിടക്കുന്ന, ഒരു പകുതി ലോകവും മാറിക്കിടക്കുന്ന ഇറാനിൽ വന്ന് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ബിൽഡപ്പിലേക്ക് നീങ്ങുന്നു എന്ന സൂചന വരുന്നത്. അതുകൊണ്ടാണ് ഈ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഗാർക്ക് ദ്വീപിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് US കൂടുതൽ സൈനികരെ അയച്ചിരിക്കുന്നത്. ഇറാന്റെ എണ്ണ ഉൽപാദന ശൃംഖലയുടെ നെടുന്തൂണായ ഗാർക്ക് ദ്വീപിൽ തുടർച്ചയായി 2ാം ദിവസവും US ആക്രമണം നടത്തിയിട്ടുണ്ട്. ദ്വീപിന്റെ മിക്ക ഭാഗങ്ങളും ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നതായി ട്രംപ് അവകാശവാദം ഉന്നയിച്ചിട്ടുമുണ്ട്. വീണ്ടും ദ്വീപിൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിരിക്കുകയാണ്. കയറ്റുമതിക്കുള്ള ഇറാനിയൻ എണ്ണയുടെ 90% ഗാർഗിലെ സംസ്കരണശാലകളിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഗാർഗിനെ അമേരിക്ക ലക്ഷ്യമിടില്ല എന്നാണ് പലരും കരുതിയത്. എന്തുകൊണ്ടാണ് ട്രംപ് ആ ഒരു തന്ത്രം മാറ്റിയത്? അടിക്കുകയാണെങ്കിൽ മർമ്മത്ത് തന്നെ പ്രഹരം ഏൽപ്പിക്കണം. അതാണല്ലോ തന്ത്രം, യുദ്ധതന്ത്രം. ഇറാൻ്റെ മർമ്മം അറിഞ്ഞുള്ള പ്രയോഗമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ മർമ്മം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക സ്ഥിരാകേന്ദ്രം, ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാനപ്പെട്ട ഇടം, അല്ലെങ്കിൽ ഒരു ലോഞ്ച് പാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇറാൻ വൻകരയുമായി, ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഭൂമിയുമായി കേവലം 30 കിലോമീറ്റർ തെക്ക് പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ്.
ഒരു 20-25 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള, ഇപ്പം നമ്മൾ 4 അറ്റവും ഏറിയയിൽ നോക്കിയാൽ 4 അറ്റവും കാണാവുന്ന ഒരു ചെറിയ ദ്വീപാണ്. ആ ദ്വീപ് ഖാർഗ് ഐലൻഡ് എന്ന് പറയും. അത് ഹോർമൂസ് കടലിടുക്കിനേക്കാൾ വളരെ ഉള്ളിലാണ്. ഹോർമൂസ് കടലിടുക്ക് കടന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി ഇറാൻ്റെ തീരപ്രദേശത്തോട് നീങ്ങി ഏതാണ്ട് 485 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപ്. അവിടുത്തെ പ്രധാന വിപണനം എണ്ണയാണ്. ഇറാൻ ഇറാൻ്റെ പല ഭാഗത്തു നിന്ന് കുഴിച്ചെടുക്കുന്ന ഖനനം ചെയ്യാത്ത അസംസ്കൃത എണ്ണ, ക്രൂഡ് ഓയിൽ വൻപൻ സംഭരണശാലകളിലേക്ക് ഖാർഗ് ഐലൻഡിൽ കേന്ദ്രീകരിക്കുന്നു. അവിടെ നിന്നും ഷിപ്മെൻ്റായി തുറമുഖങ്ങൾ, അത് ചുറ്റും തുറമുഖങ്ങളാണ്, ഇക്കണോമിക് ഇൻസ്റ്റലേഷൻസ് ആണ്, വലിയ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇറാൻ്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രം, ഇറാൻ്റെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റംസ് ഉള്ളത് ഖാർഗ് ദ്വീപിലാണ്. ആ ഖാർഗ് ദ്വീപ് ഒരിക്കലും ആക്രമിക്കപ്പെടില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതിനുള്ള കാരണമുണ്ട്. ഖാർഗ് ദ്വീപ് ആക്രമിച്ചാൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ തവിടുപൊടിയാകും. ഇപ്പോൾ അല്ല, ആത്യന്തികമായി ഒരിക്കലും പരിഹരിക്കാനാവാത്ത രീതിയിൽ അങ്ങനെയുള്ള നിർമ്മിതികളൊക്കെ ഖാർഗ് ഐലൻഡിൽ ഇറാൻ വർഷങ്ങളായി, അത് അമേരിക്കൻ സ്വാധീന മേഖലയായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. 1953 മുതൽ 79 ഇറാൻ ഷാ നിഷ്കാസിതനാകുന്നത് വരെ അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇറാൻ ഇതെല്ലാം കെട്ടിപ്പടുത്തത്. അതിന് മുൻപ് തന്നെ അതുണ്ട്. അതിനുശേഷം പിന്നെ ഖൊമേനി കാലഘട്ടം, അയത്തുള്ള അലി ഖൊമേനി കാലഘട്ടത്തിൽ വൻപൻ തുക ചെലവഴിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇറാൻ വലിയൊരു എണ്ണ കയറ്റുമതി രാജ്യമല്ലേ, ലോകത്തെ എണ്ണ നിക്ഷേപത്തിൻ്റെ 1/3 കൈകാര്യം ചെയ്യുന്ന രാജ്യമല്ലേ, സമ്പത്തുള്ള രാജ്യമല്ലേ ഇറാൻ. അപ്പം ഖാർഗ് ഐലൻഡ് ഹിറ്റ് ചെയ്തിരിക്കുന്നു. അത് നിർണായകമായ യുദ്ധത്തിനൊരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം ഖാർഗ് ഐലൻഡ് കെയിം അണ്ടർ ഹെവി ബോംബാർഡ്മെൻറ്റ് ബൈ അമേരിക്കൻ ഫൈറ്റർ പ്ലെയിൻസ്. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യ ഘട്ടത്തിൽ ഖാർഗ് ഐലൻഡിലെ എണ്ണപ്പാടങ്ങളെയോ അല്ലെങ്കിൽ എണ്ണ സംഭരണശാലകളെയോ റിഫൈനറികളെയോ അല്ലെങ്കിൽ തുറമുഖങ്ങളെയോ അല്ല ആക്രമിച്ചിരിക്കുന്നത്. അടുത്ത റൗണ്ടിൽ ഒരുപക്ഷെ അതും നടക്കാം. ഇതെല്ലാം സംരക്ഷിക്കാനായി ഇറാൻ്റെ മിലിറ്ററി കവചമുണ്ട്, അവിടെ സേനാ വിന്യാസമുണ്ട്, ഏറിയൽ ബാറ്ററീസ് ഉണ്ട്, റഡാർ സംവിധാനങ്ങളുണ്ട്. അതെല്ലാമാണ് ഒറ്റ ദിവസം കൊണ്ട് വൻതോതിൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇറാൻ പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ ഇറാൻ നയം മാറ്റം പ്രഖ്യാപിക്കുന്ന ഒരു സമയവും കണ്ടു. എണ്ണയിലേക്കാണ്, ഞങ്ങളുടെ ജീവ ഉപാധിയായ എണ്ണയിലേക്കാണ്. എണ്ണ തൊട്ടാൽ കത്തും, അതാർക്കും അറിയാം. ഇറാൻ്റെ എണ്ണയും കത്തും, അമേരിക്കയുടെ എണ്ണയും കത്തും, ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണയും കത്തും. ഒരു തീപ്പെട്ടി ഉരച്ചിട്ടാൽ മതി, ഒരു തീപ്പൊരി മതിയാകും ഈ അഗ്നിബാധ ഉണ്ടാകാൻ. അതുകൊണ്ട് അതിൽ തൊട്ട് കളിക്കുന്നത് ആരോഗ്യപരമല്ല. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ, എണ്ണ സംഭരണശാലകൾ, എന്തിന് വെള്ളം കൂടി മുട്ടിക്കാൻ ഡീസാലിനേഷൻ പ്ലാന്റ് ഉൾപ്പെടെ തകർക്കാൻ ഇറാൻ്റെ ഡ്രോണുകൾക്ക് കഴിയാത്തതല്ലല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും ആക്രമിക്കുകയേ ചെയ്യാൻ പാടില്ല. യുദ്ധമുണ്ടെങ്കിൽ സൈനിക യൂണിറ്റുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാം, അതിനൊരു അന്തസ്സുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഖാർഗ് ഐലൻഡ്, ഇപ്പോൾ 2ാം ദിവസവും ഖാർഗ് ഐലൻഡിലേക്ക് ആക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് ഇറാൻ അളമുട്ടി കഴിഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഖാർഗ് ഐലൻഡ് ഒരുപക്ഷെ മിലിറ്ററി ഓപ്പറേഷൻസിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ ഇറാനെ കൂടുതൽ ചോക്ക് ചെയ്യാൻ, കാരണം ഒരു ഐലൻഡ് അല്ലേ. പക്ഷേ അത് പിടിച്ചെടുക്കണമെങ്കിൽ അവിടുത്തെ സംവിധാനം മാത്രം പോരാ, അത് കരയിൽ നിന്നും വളരെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന മിസൈലുകൾ, നിരന്തരമായ മിസൈൽ വർഷം ഉണ്ടാകും. പക്ഷേ ഇറാൻ്റെ ഭൂമിയിൽ നിന്ന് തന്നെ കരയുദ്ധത്തിലൂടെ ഖാർഗ് ഐലൻഡ് അമേരിക്കയ്ക്ക് പിടിക്കാൻ സാധിക്കുമെന്ന ചിന്തയൊന്നും ഈ ഘട്ടത്തിലില്ല. പക്ഷേ അതിലേക്കാണോ നീങ്ങുന്നത്? കാരണം വലിയ കപ്പൽ വ്യൂഹം വീണ്ടും അടുക്കുകയാണ് ആ ഭാഗത്തേക്ക്. അതുകൊണ്ട് ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടാൻ സാധ്യതയുള്ളത് ഈ ചെറിയ ദ്വീപായ ഖാർഗ് ഐലൻഡ് ആണ്. വളരെ അധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. എന്തുകൊണ്ടാണ് ഖാർഗിൽ അമേരിക്ക ആക്രമണം നടത്തിയത് എന്ന് കൃത്യമായി പറഞ്ഞു. ഇനി ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.